അസ്സലാമലൈക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചത് മോനെ സെഫീനാത്തയുടെ വീഡിയോയിൽ മോൻ ചെറുതായിട്ട് മദ്യപിക്കുമെന്നല്ലേ പറഞ്ഞത്. ചെറുതായിട്ട് മദ്യപിച്ചതാണ് 1.5 ആഴ്ചത്തെ മദ്യപാനം. കാണിച്ചത് കണ്ട, ലിറ്റർ കണക്കുള്ള കുപ്പികളിലാണ് കണ്ട മദ്യപാനം. എന്നെ അടിച്ചു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി ലിറ്റർ കണക്കുള്ള മദ്യപാനമാണ്. എനിക്ക് എന്തായാലും ഞാൻ 4 പേരെന്തായാലും കല്യാണം കഴിച്ച് 4 മക്കളും ഉണ്ട്. എനിക്ക് വേറെ എൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ കിളവി എന്തിനു തേടി പിടിച്ച് പറഞ്ഞെന്നറിയാമോ? ജുമയിലായ ഈ കിളവി അടിച്ചു വട്ടക്കൈതയെ കൊണ്ടിട്ട് അടിച്ചുമാണ് സത്യസന്ധമായ മറുപടി. ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നെയാണ് വൈകി അറിഞ്ഞത്. കിളവൻ എൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും ഈ ലാസ്റ്റ് ഇപ്പോൾ ഫോൺ വിളിച്ച് തന്നെ ആരും അറിയാതെ ഈ കിളവിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. റഷീദ് എന്ന് പറഞ്ഞാൽ അന്ന് അടിക്കാൻ ആ ഉപ്പയുണ്ടല്ലോ, ആ ഉപ്പായെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഈ മുഹമ്മദിനെ എന്തുകൊണ്ടാണ് വീട്ടിൽ കയറ്റാത്തത്? ഇവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തതാണ്. ഇവനെ വീട്ടിൽ കയറ്റാത്തതിനുള്ള പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കണ്ട, ഇവരെ കൂത്താട്ടത്തിന് ഞാൻ ഇനി നിൽക്കത്തില്ല. ഇവരെ ഉമ്മാണ് ഇപ്പം മദ്യപിക്കാൻ പൈസ കൊടുക്കുന്നത്. കിളവി തെണ്ടിപ്പറക്കി രാവിലെ പോകും, തെണ്ടിപ്പറക്കും, വല്ലതൊക്കെ ഇതാക്കും. ഞാൻ മൂക്കുമുട്ട ആഹാരം കൊടുത്ത് 6 മാസം കൊണ്ട് ഒന്നും ജോലി ചെയ്തിട്ടില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സും പണയം വെച്ചും കാര്യങ്ങളും എല്ലാം പണയത്തിലായി. ഉള്ളത് മൊത്തം എവതിയുടെ മോനും കൂടെ ചെയ്ത വേലത്തരമാണ് ഇത്. അത്ര ഇപ്പം വെള്ളം ചേർക്കാതെ കുടിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇനി അത് പറ്റത്തില്ല. കാരണം ഇനി എന്നെ അടിച്ചു പിടിച്ചു ഇതെല്ലാം എൻ്റെ അത് വലിച്ചു കുറച്ചുകൊണ്ട് പോയി മേടിച്ച് ഇതാക്കിയതാണ്. അലമാരി ഇരുന്ന് പൈസ എടുത്തുകൊണ്ട് പോക്കും. കിളവൻ്റെ അടുത്ത് ചോദിച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ കിളവൻ എൻ്റെ വാപ്പാരുടെ അടുത്ത് പറഞ്ഞാൽ വേണമെങ്കിൽ എൻ്റെ വാപ്പായെ പബ്ലിക്കിൽ കൊണ്ട് സംസാരിപ്പിക്കാം. എൻ്റെ ഉമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഒരു കുടുംബജീവിതം തകർത്തിട്ടല്ലേ നിങ്ങൾ ആ റഷീദ് എന്ന് പറയുന്ന ഒരു ഉപ്പായ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആ നിക്കാ പോലും കഴിയാതെ ഒരുമിച്ച് ജീവിച്ചേക്കണത്. അതിന് നിങ്ങൾ കൂടുതൽ കുണവികാരമൊന്നും ഇങ്ങോട്ട് പറയണ്ട. എൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങളെ മോനും കാരണം. പിന്നെ കണ്ണൂരുള്ള ഒരു തന്നെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മോൻ അംഗീകരിക്കുന്നതുമില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ണൂരുള്ള ഏവനുമായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്കാണ് ഈ കണ്ട അഭിഹിതവും മന്ത്രവാദവും പറച്ചില്ല. ജുമയിലായി അങ്ങനെയാണ്. എന്തുകൊണ്ട് നിങ്ങളെ മോനെ നാട്ടിൽ നിന്ന് 2 മക്കൾക്കും പെണ്ണ് കിട്ടാത്തത്? എന്തുകൊണ്ട് നിങ്ങളെ മോൻ പ്രായം ചെന്ന പെണ്ണിനെ കെട്ടിയത്? എന്തുകൊണ്ട് നിങ്ങളെ മോൻ കുറത്തിലൂടെ സരിതയിലൂടെ പോയത്? അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയത്? പറ. നിസ്കരിക്കാത്ത കാരണം നിങ്ങളെ ചട്ടിപ്പെടുപ്പ് കാരണമാണ് നിസ്കരിക്കാത്തത്. എൻ്റെ വീട്ടിൽ അന്തസ്സിന് ഞാൻ നല്ല രീതിയിൽ നിസ്കരിച്ചിട്ട് നിങ്ങളെ കുടിയ മോനോട് പോയതിനു ശേഷം നല്ല രീതിയിൽ നിസ്കരിച്ച്. നിങ്ങൾ നിസ്കരിക്കില്ല, കാരണം നിങ്ങൾ നിസ്കരിക്കാതെ ഒരാഴ്ചയിൽ ഒരിക്കലും കുളിക്കുന്നത്. ഒരാഴ്ചയിൽ അതെൻ്റെ സജീന എല്ലാവർക്കും അറിയാം. ഞാനിവിടെ നിസ്കരിച്ചിട്ടും കാര്യങ്ങളും തന്നെ. നിങ്ങൾക്ക് ഞാൻ നിസ്കരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിസ്കാരക്കുപ്പായം തന്നത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എനിക്കൊരാൾ ഹദിയ തന്ന നിസ്കാരക്കുപ്പായം ഓർക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഇന്ന് മസ്റൂറ വരട്ടെ, മസ്റൂറ മോളെ വിളിച്ചത് കേൾക്കണം, തേവിടിച്ചെന്ന്. നിങ്ങൾക്ക് നിങ്ങളെ മോൻ്റെ ക്രിമിനൽസം ഞാൻ അവസാനിപ്പിച്ച് തരാം. ഇനിയും ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. കുറത്തീരുടെ അടുത്ത് എന്താണ് പറഞ്ഞതെന്നും ഞാൻ പറഞ്ഞു തരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ FB പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്താ പറയുക, നെജിലയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, നെജിലേൻ്റെ വീഡിയോ ഞാൻ FBയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര്, ഒരു 100-ൽ 99% ഇവിടെ കുറ്റം പറയുന്നവരേ ഉള്ളൂ. അതിൽ 1% പേര് ആൾക്കാർ നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഇതിലേ ചോദിച്ചിട്ട് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേറെ പണിയില്ലാതെ ഒന്നുമല്ല, ഇവരുടെ തുടക്കം മുതലേ ഇവരുടെ വീഡിയോ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പുള്ളിക്കാർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ വന്നത് എന്താണ്, എനിക്ക് വേറൊരു പണിയില്ലാണ്ടോ വേറൊരു ഇതില്ലാണ്ടോ എന്നല്ല ഞാൻ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് എനിക്ക് ഉള്ള കുറച്ച് സമയങ്ങളിലാണ് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ നാണമില്ല. കുറ്റങ്ങൾ എവിടെ പറഞ്ഞു? അവർ കാണിക്കുന്ന പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇവരെന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കോലാഹലങ്ങളൊക്കെ എടുത്തിടുന്നത്? അപ്പോൾ റിയാക്ട് ചെയ്യുന്നവർ അതെടുത്ത് റിയാക്ട് ചെയ്യും. ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണുന്ന സമയത്ത് ഞാനത് എടുത്ത് റിയാക്ട് ചെയ്യും. അതിന് എന്താണ്, അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് കുരു പൊട്ടിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഉള്ള കാര്യങ്ങളെ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ സ്വയം എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും ഞാൻ FBയിൽ വന്നിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ ഇവർ കാണിക്കുന്ന കൂത്തുകളാണ് ഞാനിവിടെ വന്നിട്ട് കാണിച്ചത്. ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഒരു കാര്യമൊക്കെ. എന്താണ് ഇപ്പോൾ ഇനി ഇവള് എന്താണ്, ഷാൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവള് ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു ഒന്നാകും. എന്നിട്ട് ഈ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ ഇവൾക്ക് പബ്ലിക്കിന് മുമ്പിൽ എടുത്ത് കാണിക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എടുത്ത് പറഞ്ഞുള്ളൂ. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞതാണ്, ഇവളുടെ വീഡിയോസുകളൊന്നും കാണാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ മുക്കും മൂലി ഇവളുടെ കരച്ചിൽ മാത്രം കണ്ടിട്ട് വന്നിട്ട് പ്രതികരിക്കുന്ന ആളുകളാണ് ഈ എന്താണ് നമ്മളിടുന്ന വീഡിയോസിന് കുറ്റം പറയുന്നത്. എന്തായാലും ഇവളുടെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഷാൻ എന്തായാലും ഒരു ഇത് ചെയ്തിട്ടുണ്ട്. കള്ളു കുടിച്ചിട്ട് ഇരുന്നിട്ട് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പടച്ചോനെ പറയണ്ട, പൂര തെറിയായിരുന്നു ആ ഒരു ലൈവിൽ. പക്ഷെ അത് പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പം നല്ല നോർമലായിട്ട് കുടിയൊന്നും ഇല്ലാതെ കുടിക്കാതെ ഇപ്പോൾ ഒരു നോർമലായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കാര്യം പറയാനായിട്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. സംഭവം ഇടയ്ക്ക് ഒരു മനോവിഷമം കൊണ്ട് ഇത് വെള്ളം അടിച്ച് രാത്രി ഇന്നൊക്കെ ഇതിൽ പറഞ്ഞു. ഇപ്പോൾ വേറൊരുത്തി പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് നേരത്തെ ദേഷ്യമുണ്ട്. അവർക്ക് മരുന്നരയുള്ള പേര് സബീനായ എന്തോന്നാണ്. ഞാനും നെജിലായും തമ്മിലുള്ള പ്രശ്നം നിങ്ങളാരും
എടുത്ത് യൂട്യൂബിലിട്ട് കളിക്കണ്ട. കാര്യം കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അവളത് അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ നാളെ കേസ് എന്ന് പറഞ്ഞാലും മറ്റന്നാൾ നമ്മൾ വീണ്ടും ഒരുമിക്കും. കാരണം എൻ്റെ കൊച്ചു വയറ്റി കിടക്കും. നിങ്ങൾ ആദ്യം അത് ചിന്തിച്ചു. ഇവളിത് ഇത്രയും മുക്കി പിടിച്ച് നിനക്ക് റീച്ച് വേണമെങ്കിൽ നീ സുധീൻ്റെ അടുത്ത് നീ എവിടെയൊക്കെ പോയല്ലേ? നീ എൻ്റെ ഞാൻ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കി പിടിക്കുന്ന ആവശ്യം എന്താണ്? നിൻ്റെ അടുത്താണ് പറയുന്നത്. ഞാനും എതിരായും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്ക് അറിയത്തില്ല. അത് നീ മനസ്സിലാക്കി. എതിരായി ഞാനോട്ട് ചെറിയൊരു പ്രശ്നത്തിൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി പറഞ്ഞാൽ അവളെ കാണിച്ച കുപ്പികളൊക്കെ ശരി തന്നെയും ഇല്ല, ഞാൻ തർക്കിക്കുന്നില്ല. അത് ആര് മേടിച്ചെന്ന് ആര് പൈസ തന്ന ഞാൻ വെള്ളത്തിൽ നിന്ന് മേടിക്കുന്നില്ല. ഞാനും ഉണ്ടായിരുന്നാലും എനിക്ക് തന്നു പറഞ്ഞു പോയി എടുത്തോണ്ട് പോവാ, നിങ്ങൾ രണ്ടെണ്ണം അടിച്ചാലെങ്കിൽ കൊള്ളാവും. എന്നിട്ട് ഇപ്പം അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് അവിടെ നിൽക്കട്ടെ. എത്ര പേപ്പ ആരും കുടിക്കാത്തവിടെ ആരുമില്ല, എല്ലാവരും കുടിക്കുന്നവരൊക്കെ തന്നെയും അല്ലേ? ഇതിപ്പോൾ കുടിയിലെ ഇതിൻ്റെ ഒന്നും പ്രശ്നമല്ല. അവർക്ക് വേറെ എന്തോ കോളിങ്ങിലാണ്. അവളങ്ങനെയാണ്. ഇവക്കെന്ന് പറഞ്ഞാലേ ജില്ലാരൊരു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഭർത്താവിനല്ല ആവശ്യം. അവർക്ക് തട്ടിക്കളിക്കാൻ ഒരാളാണ്. ഇങ്ങനെ അവൾ പറഞ്ഞ കേട്ട് അവൾ പറയുന്ന കഴിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഞാൻ മര്യാദയ്ക്ക് ആലുവയിൽ ബസ് കൊണ്ടുവന്നത് എന്നെ വിളിച്ച് അവിടെ വീട്ടിൽ വരുത്തിച്ചാണ് അവൾ ഈ പ്രശ്നം ഉണ്ടാക്കിച്ചത്. ഇപ്പോൾ അവൾക്ക് 6 മാസമായി ഞാൻ എടുത്തു എന്ന് തോന്നുന്നു. അവൾക്ക് ഇപ്പോൾ പിന്നെ വേണ്ടാതായി. എന്നിട്ട് പറഞ്ഞ് ഞാൻ കള്ളും കുടിച്ച് അവളെ ഉപദ്രവിച്ചു. നേരത്തെ ഇങ്ങനെ അങ്ങോട്ടൊരു കുടുംബമില്ലേ, പ്രശ്നങ്ങളുണ്ടാവും. കൊച്ചുങ്ങളെ കൊണ്ട് കള്ളത്തരം പറയിച്ച് ഞാൻ കൊച്ചുങ്ങളെ ഉപദ്രവിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു ദിവസം രാവിലെ പോയി പണിയിടയ്ക്ക് പോയി, പണി കിട്ടിയില്ല. വൈകിട്ടാണ് വന്നത്. അതാണ് അവളെ മെയിൻ അന്ന് പ്രശ്നം തുടങ്ങാനുള്ള കാരണം. അതാണ് വൈകിട്ടാണ് വന്നത്. ഞാൻ വൈകിട്ട് വന്ന് ഒന്നും കഴിച്ചതുമില്ല, കിടന്ന് ഉറങ്ങി. അപ്പോൾ വന്നപ്പോൾ 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചിട്ട് തന്നെ അങ്ങ് ചാളകം തുടങ്ങി. ഇറങ്ങിപ്പോടാ, എൻ്റെ വീട്ടിൽ കയറി പോകരുത്, ഇറങ്ങടാ, അങ്ങ് ചാടയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞൊരു 50,000 കോളെങ്കിലും വരും അവൾക്ക്. കാര്യം അവളെ ഫോൺ നമ്പർ ഇന്നലെ മെനങ്ങുന്ന വീഡിയോയിൽ വീണ്ടും പറഞ്ഞ് പുതിയ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് ഈ നമ്പർ കൊടുക്കുന്നത്? അപ്പോൾ അവൾക്ക് നമ്പർ കൊടുക്കുന്നെങ്കിൽ എന്നെ മടുത്തിട്ടായിരിക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ വീണ്ടും നമ്പർ പറഞ്ഞ് കൊടുക്കും. അവളെ വിളിക്കുന്നതോ വിളി രാത്രിയായാലും പകലായാലും ഫോണിന് ഒരു സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ അല്ലാതെ എനിക്ക് അവളെ കൊല്ലാനാ അവളെ തിന്നാനാ ഒന്നും എനിക്ക് താല്പര്യമില്ല. അവൾക്ക് എന്നെ വേണ്ട എങ്കിൽ ശരി, വേണ്ട. അപ്പോൾ നമ്മൾ കാര്യം നിർബന്ധിക്കാൻ നോക്കും. അവൾക്ക് വേണമെങ്കിൽ വേണ്ട. അവൾ പോയാലും ആ കണക്കൂട്ടലാണ്. അല്ലാതെ പിന്നെ ഇപ്പം എൻ്റെ ഒരു 6-7 മാസം വെറുതെ പോയി. അതിനൊരു സമ്മാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഷാനു വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഫുള്ള് കോളുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന് പറയണം. പിന്നെ എന്താണ് നമ്മൾ എന്താ പറയുക, ഒരു മദ്യപാനി ആക്കുന്നതും എന്താ പറയുക, പെണ്ണുങ്ങൾ ഒരു സ്വസ്ഥത കൊടുക്കാതെ തന്നെയാണ് ആണുങ്ങൾ കൂടുതലും മദ്യത്തിന് അഡിക്റ്റ് ആകുന്നത്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും എവിടെയും സ്വസ്ഥമായിട്ടൊരു അന്തരീക്ഷം ഇല്ലാണ്ടാകുമ്പോൾ ആരാണെങ്കിലും അതിലോട്ട് പോകും. ഇവരിൻ്റെ ഒരു ഹോബിയാണല്ലോ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്വസ്ഥമാകും എന്നുള്ളൊരു ഹോബിയാണല്ലോ ഒരുമാതിരിപ്പെട്ട ആണുങ്ങൾക്കെല്ലാം. അപ്പോൾ എന്താണ് അതിലോട്ട് അഡിക്റ്റ് ആവുകയാണ്. ഇപ്പം നേരത്തെ ഇപ്പം മദ്യപാനിയാണ്, ഉള്ള കല്യാണം കഴിച്ചതിന് ശേഷം തുടങ്ങിയതൊന്നുമല്ല. നേരത്തെ മദ്യപാനി ആണെന്ന് അറിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, ഷാൻ തന്നെ പറയുന്നുണ്ട്, എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവള് തന്നെ പൈസ കൊടുത്തിട്ട് പോയി കഴിച്ചോ, 2 എണ്ണം കഴിച്ചോ, അപ്പോഴേ നിങ്ങൾ നോർമൽ ആവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് എന്നാണ് ഷാൻ പറയുന്നത്. അപ്പോൾ ഇവള് നേരത്തെ തന്നെ ഇവന് വഷളാക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇവൻ പറഞ്ഞതുപോലെ മടുത്തു കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ വീട്ടിൽ കയറണ്ടാന്നായി. അങ്ങനെ ഇപ്പോൾ ഇവളുടെ സ്വാതന്ത്ര്യത്തിൽ കയ്യേറുകയാണ്. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഇവള് എന്താണ് യൂട്യൂബിൽ തന്നെ ഇവളുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം, സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവൾക്ക് അതിൽ ഇവളുടെ നമ്പർ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പബ്ലിക്കായിട്ട് ഇവളുടെ നമ്പർ ഇട്ടിരിക്കണം. അപ്പോൾ പല കോളുകളും വരും, പലതും രാത്രിയില്ല പാതിരിയില്ലാണ്ട കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. നമ്മൾ ഇതൊന്നും തുടങ്ങുന്നില്ല. ഈ പണക്കം അത് സ്ഥിരമുള്ളതാ. ഒരു 10 ദിവസം നേരെ ഇരിക്കുമെങ്കിൽ 11 സ്വഭാവം മാറും. അല്ലാതെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് വെട്ടും കൊലയും ഇതിലൊന്നും പോകില്ല. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അത് ഉണ്ടാവും. അത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവരൊക്കെ അറിയാവും. ഈ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അല്ലേ? മനസ്സമാധാനം കിട്ടാൻ മനസ്സമാധാനം കിട്ടാൻ ഇനിയിപ്പോൾ ഇവിടെ വിട്ടാലേ പറ്റൂ. ഇവിടെ നിന്ന് പോണേ ഞാൻ എന്നപ്പോൾ രാവിലെ പോകും. ആലുവയിൽ പോയി വല്ല ബസ്സാ അത്രയാ വല്ല കാറോ അല്ല ഓടിച്ച് അവിടെ നിൽക്കാം. ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും. അതെന്തിനാ ചെയ്യുന്ന? ഒരു മനുഷ്യനെയും ഡിവോഴ്സൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെയും കളഞ്ഞിട്ട് പോയിട്ടുമില്ല. പിന്നെ ചെറിയ ചെറിയ പിണക്കങ്ങളിൽ എല്ലാവരും പല വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. പറഞ്ഞു നിങ്ങൾ പക്കാ ക്രിമിനലാണ്. അതിപ്പോൾ ഒരാളെക്കുറിച്ച് ആൾക്കാർക്ക് എന്തായാലും നമ്മളെ മന്ത്രിമാരെ കുറിച്ച് വരെ പറയുന്നത്, പിന്നെയാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. ആൾക്കാർക്ക് തോന്നുന്നതൊക്കെ പറയാമല്ലോ. ഒരു യൂട്യൂബ് ഒരു ഫോൺ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ പക്കാ ക്രിമിനലാണ് ഈ പറഞ്ഞാൽ പോരല്ലേ? ഇതിനൊക്കെ തെളിവ് വേണ്ടേ? ക്രിമിനൽ നീ നിർത്തുന്നു എന്നാണ് നീ പ്രശ്നം. സംഭവം എന്നും വേണ്ടെന്ന് വിചാരിക്കുന്ന. പിന്നെ ഇടയ്ക്ക് ഇതിനൊക്കെ സ്വസ്ഥത കിട്ടൂലെന്ന്.
എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന പറഞ്ഞാൽ അത് പറ്റില്ല. വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം നിങ്ങളെ കണ്ടേണല്ലേ മീൻ കച്ചവടം ചെയ്തു. ഒരു ദിവസം ചെയ്താൽ പിറ്റേന്ന് വിടില്ല, അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്താൽ പിന്നെ പോകുന്ന വഹിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അത് 6 മാസത്തെ കുട്ടികളാണ്. അതൊക്കെ അന്ന് സൂക്ഷിച്ച് വെച്ചിരുന്ന ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ വേണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളൊരു മണ്ടയിൽ ഒരു കുറ്റയിടാൻ വേണ്ടേ. അത് ഞാനും നടുറോട്ടിലും ഇവിടെ ഒന്നുമില്ല. അവൾ പറഞ്ഞിട്ട് അവളാണ് എനിക്ക് ചോദിച്ചു തരുന്നത്. അവളെ വീട്ടിനകത്ത് ഞാൻ വെളിയിൽ പോണില്ല. ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പോയി നിന്നിട്ട് കുടിച്ചിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് വരുന്നില്ല. അപ്പോൾ അതായത് പോലീസാൻ്റെ അടുത്ത് വെച്ചാലും പറയും നിനക്ക് കുപ്പി മേടിച്ച് നിനക്ക് വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് സമ്മതം ഉണ്ടെങ്കിൽ അവിടെ പോയി കുടിക്കാനൊന്നും നമ്മൾ ഇന്ത്യൻ നിയമം നമ്മൾ അനുവദിക്കുന്നുണ്ട്. അതൊന്നും പറയേണ്ട, സമാധാനം തരൂലാന്ന്. ഇന്ന് നല്ലൊരു ഇരുന്നാൽ നാളെ പോയി. നാളെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഇന്നിപ്പോൾ നേരെ ആയിരിക്കും. ഇത്തിരി 10 മിനിറ്റ് കഴിയുമ്പോൾ അവർക്ക് തട്ടിക്കളിക്കാൻ ഒരു കുരങ്ങൻ കുട്ടീനെ വേണം. ഇസ്ലാമിന് ഹറാമായ കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അത് ശരിയാണ്. ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള യൂട്യൂബ് വേറെ ഒരുത്തന്നെ എടുത്ത് വെച്ചിട്ട് പറയുന്നത് കേട്ട്. അപ്പം ആരെയും പേരൊന്നും പറയുന്നില്ല. പക്ഷെ ആരും എൻ്റെ അവളെയും കാര്യത്തിൽ ഇങ്ങോട്ടൊന്ന് ചൊറിയാൻ നിൽക്കണം. കാര്യം ഇന്നതേ സമാധാനം പാവമല്ലേ കുട്ടികൾ നിനക്ക് വിവാഹമില്ലേ. ഞാൻ നോക്കുന്നതൊക്കെ നല്ലത് തന്നെ നോക്കുന്നു. ഞാൻ സ്വന്തം മക്കളെ കണക്ക് തന്നെയാണ് നോക്കുന്നത്. ഞാൻ വേറെ തിരിച്ച് കണ്ടിട്ടേ ഇല്ല. ആ മോളുടെ വായിൽ നിന്ന് വീണ ഭാഷ അവൾ പഠിപ്പിച്ചു കൊടുത്തത് പോലെ ഇത് ഉമ്മ എന്ത് പറയുന്നു അത് പറയുന്നു. എനിക്ക് ഇവിടെ ഞാൻ കെട്ടുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊച്ചുങ്ങളെ എൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേ ഈ കൊച്ചുങ്ങളെ എന്നെ നിന്ന് എതിരാക്കരുത്. അവർ ഒരു വാപ്പർ സ്നേഹം കിട്ടി വളർത്തിട്ട് ഞാൻ അതിനെ കൊടുത്തുള്ളൂ. അത് അവൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ വേണ്ട, അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ വേണം. അങ്ങോട്ട് ഇറങ്ങില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങരുത്. ഒരാളെ വിളിച്ച് കൂട്ടുകാരൻ വിളിച്ചാൽ ആരും വിളിച്ചാൽ ഫോൺ എടുക്കാൻ പാടില്ല. അവർക്ക് 100 കോൾ വിളിക്കാം. ഷാൻ മോശമായി ലൈവ് വീഡിയോ ഒഴിവാക്കുന്നത് അതേ ഈ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് സംഭവം അന്നത്തെ ടെൻഷൻ കാരണം ചെയ്തു പോയതാണ്. അതൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ പോകും. പേരിപ്പോൾ പല ആൾക്കാർക്കും പല പേരുകൾ വരും അല്ലേ. ഇപ്പോൾ രാത്രി കുടിക്കുന്നതാണ് ഈ പ്രശ്നം. ഇവിടെ വലിയ സംവിധായകന്മാരെ പ്രശ്നമാകുന്നു. ഇപ്പോൾ വലിയ രാഷ്ട്രീയക്കാരുടെ പേരിൽ പ്രശ്നമാകുന്നു. പിന്നെ ഞാനൊക്കെ എന്ത് അത് ശരിയാണ്. സജീന ഒന്നും ശരിയൊന്നുമല്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേശത്തിൻ്റെ പുറത്തൊക്കെ പറയുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവിടെ എന്തായാലും 2 ചാനലുണ്ട്. എന്തായാലും നെജിലിയുടെ ഷാൻ ഒരു ചാനൽ കിട്ടി, അത് മോണിറ്റൈസേഷനും ആയി. എന്തായാലും വെറുതെ ഇരുന്നാലും അതിന് ഏണിങ്സ് കിട്ടും. ചുമ്മാ ഇരുന്നാലും പൈസ കിട്ടും. എന്താണെങ്കിലും ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകാം. എന്തായാലും നെജിലിയെ കെട്ടിയത് കൊണ്ട് ഷാനിന് അതൊരു വരുമാനമായി. ചുമ്മാതിരുന്നാലും അക്കൗണ്ടിൽ കാശ് വരും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എന്ത് വീഡിയോ ഇട്ടാലും 2 പേർക്ക് റീച്ചും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ ഇതാകണത്. അപ്പം 2 ഒതുങ്ങണം. അപ്പോൾ ഒരാൾ മദ്യപാനി ആവുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം അവരുടെ കുടുംബത്തിലുള്ള ആളുകളും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം കിട്ടാതാകുമ്പോൾ ആരാണെങ്കിലും ആ ഒരു രീതിക്ക് പോകും. ഇപ്പോൾ ഷാനിനെ നോർമലായിട്ട് വന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ പുള്ളിക്കാരൻ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലാന്ന് തോന്നുന്നു. ഇവളും സ്വസ്ഥത കൊടുക്കുന്നുണ്ടായില്ല. ഇവളും കിരികിരിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആർക്കാണെങ്കിലും ഇതാകുള്ളൂ. ഇവൾക്ക് നമുക്കൊന്നും ഇതാക്കാനുള്ള ഒന്നും അല്ല 2 അല്ല 3 അല്ല 4ാമത്തെ ഒരു ഇതാണ്. അത് തന്നെ മനസ്സിലാക്കാം. ഇവിടെ ഒന്നിലൊന്നും ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമല്ല. അപ്പോൾ ഈ ഷാനുമായിട്ട് കല്യാണം കഴിഞ്ഞ് 6 മാസമായി അത് മടുത്തു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ നോക്കാനായിരിക്കും. ഇവൾക്ക് തുരുതുരാ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് ഷാൻ പറയുന്നത്. എന്തായാലും നെജില കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. കണ്ടു നോക്കൂ. അസ്സലാമു അലൈക്കും. ഞാൻ ഷാൻ്റെ ഉമ്മാരെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. ഷാൻ്റെ ഉമ്മ എന്നെ എൻ്റെ മക്കളെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഇത്ര പൈസ നിങ്ങളെ മോനും കൂടെ കൈപ്പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജുമൈലാനെ നിങ്ങൾ അടിച്ചിട്ടില്ല. ഞാൻ ജുമൈലാരുടെ അടുത്തൊക്കെ വിളിച്ച് എല്ലാം സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ പറയണല്ല പിന്നെ പറയണത്. കാരണം നിങ്ങളെ മോൻ മദ്യം നിങ്ങൾ ഈ വായിൽ മൂക്കിപ്പൊടി വാരിയിടുക. പിന്നെ ആ റഷീദ് എന്ന് പറയുന്ന ഉപ്പ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും സംസാരിച്ചപ്പോൾ നിങ്ങളാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ആട്ടിപ്പായി അവന് പ്രാന്താണ് വന്നത്. റഷീദ് ഉപ്പ അതിന് മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് എല്ലാം പറഞ്ഞത് കേൾക്കണം. അവൾക്ക് പ്രാന്താണ്. ആ കോടാലിക്ക് ആ വീട് മൊത്തം വെട്ടിപ്പൊട്ടിച്ചതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല കാര്യങ്ങൾ. പിന്നെ ആ ജുമൈല എന്ന് പറയുന്ന പെണ്ണ് ഇന്ന അവസ്ഥയ്ക്ക് കാരണം ഇതാണ്. ഇതൊക്കെ എൻ്റെ വാപ്പയൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. ഈ റഷീദ് ഇപ്പോൾ വന്ന് പറഞ്ഞത്. നമുക്ക് ഒത്തു മരിച്ചില്ലെങ്കിൽ ഇടപെടാലോ. നിങ്ങൾ അവിടെ ഇരുന്ന് സഫീനാത്തായി വിളിച്ചാലും ആരെ വിളിച്ചാലും ഞാൻ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിസ്കരിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇവർ ചട്ടിക്കകത്താണ് മൂത്രം ഒഴിക്കുന്നത്. ആ മൂത്രം കൊണ്ട് അവിടെ ഒരു ബക്കറ്റ് കണക്കിരിപ്പുണ്ട്. മൂത്രം കൊണ്ട് അവിടെ മൊത്തം ഒഴിക്കും. ഇവർക്ക് ഈ മാനസിക പ്രശ്നമുണ്ട്. പിന്നെ 2ാമത്തെ കാര്യം മലോ അതുപോലെയാണ്. അപ്പോൾ നിസ്കരിക്കാനൊന്നും പറ്റില്ല. 1ാമത്തെ കാര്യം വീട്ടിനകത്ത് അടുക്കളയിൽ ആകെ ഒരു പൈപ്പേ ഉള്ളത്. പിന്നെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. അതും വെട്ടി പൊട്ടിച്ചൊക്കെ ഇട്ടേക്കുന്നു. ടോയ്ലറ്റ് പോലും പറ്റുന്നില്ല. സ്വന്തം മോൻ എവരെ വിളിക്കുന്നത് അവരാധീന്നാണ്. അറിയാമോ?
ഒരുപാട് തവണ വാപ്പ ആരടിയെന്ന് ചോദിച്ചിട്ട് കഴുത്തിറക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. എൻ്റെ മുമ്പ് വെച്ചിട്ട് തന്നെ എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട് ആത്തുക്കന്മാരാ മറ്റേതെന്ന് പറഞ്ഞ്. മോൻ ചില്ലറ കുടിയൊന്നുമല്ല. മോൻ ചില്ലറ കുടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് എടുത്തേക്കുന്നത്. എനിക്ക് യൂട്യൂബ് ഏണിങ്സ് ആണെങ്കിലും എന്നെ കൊണ്ട് പണയം വെപ്പിച്ചിട്ടാണെങ്കിലും ബാക്കി കാരണങ്ങളാണെങ്കിലും. ജുമൈരായ നിങ്ങൾ അടിച്ചിട്ടാണ് ആ റഷീദ് കിളവൻ ഉയരും കൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ആ റഷീദ് ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ പെണ്ണെ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ. ആ ഉപ്പ മരിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് മുഹമ്മദിന് ഒരു പെണ്ണ് കിട്ടാത്തത്? മുഹമ്മദ് എത്ര എണ്ണം കെട്ടിയിട്ടുണ്ട്? എത്ര കൊച്ചുങ്ങളുള്ളതിനെ കെട്ടിയിട്ടുണ്ട്? അപ്പം നിങ്ങളെ ജിന്നുമാന്നല്ലേ അറിയപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാൻ വൈകിപ്പോയി. നിങ്ങൾക്ക് മന്ത്രവാദമല്ലേ? നിങ്ങൾ എത്ര മാപ്പിളാക്കി ഉണ്ടായി? നിങ്ങളെല്ലാം നിൽക്കാൻ കഴിഞ്ഞിട്ടാണ് എല്ലാവരുടെ കൂടെയും ജീവിച്ചത്, കൊച്ചുങ്ങളും ഉണ്ടായത്. റഷീദ് ഇപ്പോൾ എന്ത് നിങ്ങളെ അടുപ്പിക്കാത്തത്? നിങ്ങൾ മുളക് പൊടിയിലേക്ക് ഇപ്പം എൻ്റെ മുഖത്ത് ഒഴിച്ചു കൊടുത്തില്ലേ? നിങ്ങൾ പബ്ലിക്കിൽ ഇത് ഇത്രയും തിരക്കി. നിങ്ങൾക്ക് വയ്യാത്തൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിനയമാണ്. ഇഞ്ചിക്കറി വേണം മോളെ, അത് വേണം മോളെ, ഇത് വേണം മോളെ. പുറത്ത് പോകുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പോൾ 1 അവർ അല്ല 2 അവർ എന്നെ കൊണ്ട് പൈസ ചിലവാക്കിച്ച് ഉമ്മയ്ക്കും മക്കൾക്കും ഇതാക്കി പോയി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കണം. ഇനിയാന്ന് ഞാൻ ചോദിച്ച് അനിയൻ ചേട്ടനിക്ക് പൈസ കൊടുത്ത്. അതിനുശേഷമാണ് മിണ്ടാത്തത്. ബാപ്പ ഇവിടെ വന്നപ്പോൾ ഒരു അട്ടിയും അവന് കൊടുത്തിട്ടുണ്ട്, കുടിച്ച് 4-ാം കാലിൽ. അപ്പോൾ ചോദിച്ച് കുടിക്കാൻ എന്തിന് പൈസ കൊടുക്കണമെന്ന് വെച്ചപ്പോൾ അതാ ചേട്ടൻ പിന്നെ കൊടുക്കൂലേ. അപ്പം ഹോസ്പിറ്റലിൽ ഒന്നിനും ചിലവാക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ വട്ടക്കൈത ജംഗ്ഷനിൽ ആർക്ക് വേണമെങ്കിൽ ഈ സെഫീനാത്ത പറഞ്ഞേക്കണ വോയിസ് ഇവർക്ക് പ്രാന്താണ്. കാരണം മെൻ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുളിക കഴിക്കണം. ഇതിന് ഞാൻ ഉത്തരവാദിയില്ല. പക്ഷേ എൻ്റെ ജീവന് നിങ്ങൾ ഉത്തരവാദിയാണ്. അക്കൗണ്ടിൽ ലക്ഷങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പുള്ളിക്കാരിക്ക് ആളുകൾ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ടാകും. അല്ലാതെ ഏണിങ്സ് ഇപ്പോൾ ലക്ഷങ്ങൾ എന്തായാലും ഏണിങ്സ് കിട്ടില്ല. അപ്പോൾ ഇവള് പറയുന്നുണ്ട് എന്താണ് വീടൊക്കെ ആയതിനു ശേഷം എല്ലാവരുടെ അടുത്തും സഹായം ചോദിച്ചിട്ടാണ് ആദ്യമൊക്കെ വീഡിയോകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അക്കൗണ്ടിൽ ലക്ഷങ്ങളും ഉണ്ട്, നല്ലപോലെ ഏണിങ്സും വരുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ അക്കൗണ്ടിലുള്ള ആൾക്ക് മറ്റുള്ളവരുടെ പൈസ എന്തിനാണ്? ഇപ്പോൾ ഈ ഇടയ്ക്കും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്, അഥവാ പ്രസവത്തിൻ്റെ സമയത്ത് എനിക്ക് പൈസ വേണമെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനു സഹായിക്കുന്നത്? ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം, കണ്ടിട്ട് അർഹതപ്പെട്ടവർക്ക് സഹായം കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ലക്ഷങ്ങളുള്ളവൾക്ക്, അക്കൗണ്ടിൽ ലക്ഷങ്ങളുള്ളവൾക്ക് പൈസ കൊടുത്ത് സഹായിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ വിഡ്ഢികളാകരുത് എന്നാണ് പറയാനുള്ളത്. ഈ ആണുങ്ങൾ എന്താ പറയുക, എന്താ പറയുക, ഒരു രൂപത്തിൽ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ഇതാക്കുന്ന ആണുങ്ങളുണ്ട് കുറേ പേര്. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഇവൾക്ക് ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഈ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പൈസ ഇട്ട് കൊടുക്കാൻ. ഒരു പെണ്ണ് എന്തെങ്കിലും 2 വർത്താനം പറയുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോഴേക്ക് ഉടനെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കല്ലേ ചെയ്യേണ്ടത്. അതിൽ എത്രമാത്രം ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള ഇതാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് വേണം ഇത് കൊടുക്കാൻ. ഇവള് എന്താണ് 4 കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ 4 പേരും ഇപ്പോൾ ഒരാളാണ് അതിൽ മരിച്ചിരിക്കുന്നത്. അതിൽ ബാക്കിയുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ടാണ് എത്തിയ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഇവള് കുറേ പൈസ പിരിച്ച് ഇതിട്ടുണ്ടായിരുന്നു. ആ ബീൻ ഫാമിലിയൊക്കെ ഒരുപാടിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ പുള്ളിക്കാരി പറഞ്ഞത് മൊത്തവും സത്യങ്ങളാണ്. ഇവൾ ഫുള്ള് ഉഡായിപ്പിൻ്റെ ഉസ്താദാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഇവളെയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ നിന്നുള്ള കുറച്ച് കമൻറ്റുകളിൽ നിന്ന് മനസ്സിലായി ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കത് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. അടിയിലോട്ടാണ് വയറായോണ്ടേ ഇതുപോലുള്ള അവന്മാരെ ഇത് ഞാൻ പബ്ലിക്കിൽ ഇടുന്ന എന്താണെന്ന് അറിയാം. ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കുടിയന്മാർ കുടുംബജീവിതം നോക്കാത്തവരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു മാതൃക ആവട്ടെ. കുടിയന്മാരെ കൂടെ ജീവിക്കത്തില്ല. സത്യത്തിൽ ഞാൻ പലതവണയും പറഞ്ഞതാണ്, വീട്ടിൽ ജോലിയൊന്നും ഇല്ലേ, ഫുൾ ടൈം സോഷ്യൽ മീഡിയ ജോലിയൊന്നുമില്ല. ഇപ്പോൾ പ്രഗ്നൻസി അല്ലേ, ജോലി അത്യാവശ്യമുണ്ട്. തുണി അരിവൽ, മിറ്റം തൂക്കൽ, വീട് തൂപ്പ്, കാപ്പി ഉണ്ടാക്കൽ, ചോറ്. എനിക്ക് വലിയ ഉപദേശം കൊണ്ട് വന്നിട്ടുണ്ട്. മദ്യപാനിയെ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി. ഇവൻ മദ്യപാനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൾ കല്യാണം കഴിച്ചതാണ്. കുറേ അനുഭവങ്ങൾ കിട്ടിയിട്ടും വീണ്ടും വീണ്ടും ആ വയ്യാവലി തന്നെ എടുത്ത് തലയിൽ വെച്ച ആളാണ്. എന്നിട്ടാണ് ഈ ഒരു ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ആദ്യം സ്വയം നമ്മൾ നന്നാവുക. നിന്നെ കൊണ്ട് ആരും ഈ പറയുന്ന യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരോ ഇവനെ തലയിലേറ്റ് വെച്ച് തന്നതല്ല, നീയായിട്ട് വരുത്തി വെച്ച വേനയാണ്. അപ്പോൾ നീ തന്നെ തീർക്കണം. അല്ലാതെ നീയായിട്ട് ഇനി ഉപദേശം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ നീ അങ്ങനെയാണ്, ഷാൻ മദ്യപാനിയാണ് എന്നറിഞ്ഞിട്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന് പൂർണ്ണ ഉത്തരവാദി നീ തന്നെയാണ്. ഇതിൽ കിടന്ന് വന്ന് മോങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് പറയുമ്പോൾ അതെടുത്തിട്ട് ആളുകൾ പ്രതികരിക്കും. അതിന് കടന്നിട്ട് നെഞ്ചത്തടിച്ചിട്ടോ പ്രതികരിക്കുന്നവരെ റിപ്പോർട്ട് അടിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുപോലെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പബ്ലിക്കിന് മുമ്പിൽ
മുമ്പിൽ വന്ന് പേഴ്സണൽ മാറ്റേഴ്സ് പറയുന്ന സമയത്ത് ഞങ്ങളെപ്പോലെ പ്രതികരിക്കുന്ന, ഞങ്ങളെപ്പോലെ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ അതെടുത്ത് പ്രതികരിക്കും. അതിന് കടന്നിട്ട് നിങ്ങൾക്ക് നാണമില്ല ഇവരെക്കുറിച്ച് കുറ്റം പറയാൻ, ഇവരെക്കുറിച്ച് കുറ്റമല്ലല്ലോ പറയുന്നത്, ഇവർ വന്ന് കാണിക്കുന്ന തോന്നിയവാസങ്ങളെല്ലാം ഞങ്ങളെടുത്തിട്ട് പ്രതികരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ സ്വയം ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഇവരെ പേഴ്സണലി ഞങ്ങൾക്ക് അറിയത്ത് പോലുമില്ല. ഇവർ വന്ന് കാണിക്കുന്ന ആദ്യം മുതൽ തന്നെ ഇവരുടെ വീഡിയോസുകളൊക്കെ കാണുന്ന വ്യക്തികളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇവൾ കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളെടുത്ത് പറയുന്നത്. അതുപോലെ ബീൻ ഫാമിലി ഒരുപാട് ആളുകൾ കമൻറ്റ് ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് നാണമില്ല, ആദ്യം മുതലേ നിങ്ങൾ ഇവരെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് നാണോ മാനം ഉള്ളത് കൊണ്ട് തന്നെ അവർ 6 മക്കളെ നോക്കിയിട്ട് അവർ ജീവിക്കുന്നത്. അവരെന്താണ് ഇവളുടെ കള്ളികളാണ് പുറത്ത് കൊണ്ടുവന്നത്. അവർ അന്നേ ഫസ്റ്റ് മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ കല്യാണം കഴിക്കരുത്, ഇവൻ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കേൾക്കാതെ 1ഉം 2ഉം തവണ ഇങ്ങനെയൊക്കെ ആയിട്ട് പിണങ്ങിപ്പോയിട്ട് പിന്നെയും വിളിച്ച് കയറ്റിയ വ്യക്തിയാണിത്. അവനെ തേടി ആലുവയിൽ വരെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഷാനും പറയുന്നുണ്ട്, എന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയതാണ്, അവൻ്റെ വായിൽ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ആരും ഇത് ഞങ്ങളുടെ അടുത്ത് പറയുന്നതല്ല, ഇവരായിട്ട് തന്നെയാണ് ഇവർ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് വിളിച്ച് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ഞങ്ങളും ഇതെടുത്ത് പ്രതികരിക്കും. ഞങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നവരെല്ലാം ഇതെടുത്ത് പ്രതികരിക്കും. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്കിതാണ് പറയാനുള്ളത്. അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ, അല്ലാത്തവർ ഫോളോ ചെയ്യേണ്ട. കുറേ പേര് പറഞ്ഞ് നിങ്ങളെ ഫോളോ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്താൽ മതി, അല്ലാത്തവർ ഫോളോ ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.